സൗദിയിലെ പുരാതന നഗരങ്ങളിലൊന്നാണ് തൈമ പട്ടണം. അവിടെ അടുത്ത വർഷത്തോടെ പുതിയ ശാസ്ത്രീയ ഗവേഷണത്തിന് തുടക്കമാകും. സൗദിയിലെ ഏറ്റവും വലിയ പുരാതന നഗരം കൂടിയാണ് തൈമ. റെഡ് സീയിൽ നിന്ന് 264 കിലോമീറ്റർ കിഴക്കും മദീനയിൽ നിന്ന് 400 കിലോമീറ്റർ വടക്കുമായി സ്ഥിതി ചെയ്യുന്ന പട്ടണം. മരുഭൂമിയിലെ ഒരു ജലസ്രോതസ്സിന്റെ അത്ഭുതമാണിത്. ശരാശരി 21.8 ഡിഗ്രി സെൽഷ്യസ് താപനില. തണുപ്പുകാലത്തോടടുത്ത് വർഷത്തിൽ 65 മില്ലിമീറ്റർ മഴ. പക്ഷേ സഞ്ചാരികളെ ആകർഷിച്ചത് ഇവിടുത്തെ ഭൂഗർഭജലവും ഫലഭൂയിഷ്ടമായ മണ്ണുമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായത് മനുഷ്യരെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്തുവിന് മുൻപ് 3000-ഓടടുത്ത് ശിലായുഗം മുതൽ തുടങ്ങുന്ന തൈമയുടെ ചരിത്രം നാടകീയമാണ്. ഈജിപ്തിലെ ഫറോവ റെമിസസ് മൂന്നാമന്റെ ശിലാലേഖനം ഇവിടെ കണ്ടെത്തിയിരുന്നു. ക്രിസ്തുവിന് മുൻപ് 1200-നോടടുത്താണ് അതിൻ്റെ പഴക്കം. അത് ഈജിപ്ത് നൈൽ പാതയുമായുള്ള പുരാതന ബന്ധത്തെ വെളിപ്പെടുത്തുന്നു. അസീറിയൻ, ബാബിലോണിയൻ സാമ്രാജ്യങ്ങൾ ഇവിടെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും നാടകീയമായ അധ്യായം ക്രിസ്തുവിന് മുന്നേയുള്ള 6-ാം നൂറ്റാണ്ടിലെ ബാബിലോണിയൻ രാജാവ് നബോനിഡസിന്റെ കഥയാണ്. അദ്ദേഹം തൈമയെ തൻ്റെ തലസ്ഥാനമാക്കി. ഏകദേശം 10 വർഷം ഇവിടെ താമസിച്ചു. BC 552-543 കാലഘട്ടത്തിലായിരുന്നു അത്. അദ്ദേഹം ഇവിടെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു, നഗരത്തെ ശക്തിപ്പെടുത്തി. ഈ കാലഘട്ടത്തിലാണ് തൈമയുടെ പ്രശസ്തമായ ചുറ്റുമതിൽ നിർമ്മിക്കപ്പെട്ടത്. അതായത് ചൈനയിലെ വൻമതിലിൻ്റെ നിർമ്മാണത്തിനും മുന്നേ. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാം. ബൈബിളിൽ തൈമ തേമ എന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇസ്മായിലിൻ്റെ പുത്രൻ തേമയുമായി ബന്ധപ്പെട്ടാണ് ആ പേര് നിൽക്കുന്നത്. പുരാതന സൗദിയിലെ പല നഗരങ്ങൾക്കും ഇസ്മായിലിൻ്റെ മക്കളുടെ പേര് കാണാം. തബൂക്കിനോട് ചേർന്നുള്ള അൽജോഫ് പ്രവിശ്യയിലെ ദോമ എന്ന നഗരപ്പേരും വന്നത് അങ്ങനെയാണ്. ഇസ്മായിലിൻ്റെ 12-ാമത്തെ മകനാണ് ബൈബിൾ ചരിത്രപ്രകാരം ദോമ. അസീറിയൻ, സബയൻ, സബാത്തിയൻ സംസ്കാരങ്ങൾ തൈമയിൽ ഇടകലർന്നു. പുരാതന മതവിശ്വാസങ്ങൾ സെമിറ്റിക് ദൈവങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. അറബ്, ജൂത, അസീറിയൻ വ്യാപാരികളും യാത്രക്കാരും ഇവിടെ എത്തി. വാണിജ്യപാതകളിലൂടെ മതവിശ്വാസങ്ങൾ പടർന്നു. ക്രിസ്തുവിന് മുൻപ് 70-ൽ ജെറുസലേം ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു. അതോടെ അവിടെ നിന്നും ജൂതർ തൈമയിലേക്ക് കുടിയേറി. കുറേ പേർ ഖൈബറിലേക്കും അധികം പേർ മദീനയിലേക്കും ചേക്കേറി. പിന്നീട് തൈമയിലുള്ളവർ മടങ്ങിപ്പോകുന്നത് ഇസ്ലാമിൻ്റെ വരവോടെയാണ്. 7-ാം നൂറ്റാണ്ടോടെ ചിലർ അറബ് പ്രദേശങ്ങളിലേക്ക് പോയി. ചിലർ ഇസ്ലാം സ്വീകരിച്ച് തൈമയിൽ തന്നെ തുടർന്നു. പതിയെ പുരാതന ബഹുദൈവ വിശ്വാസങ്ങൾ ഇസ്ലാമിക ഏകദൈവത്വത്തിന് വഴിമാറി.
തൈമയുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്നത് ലോകത്തെ ഏറ്റവും പഴക്കമേറിയ വലിയ കിണറുകളിലൊന്നാണ്. ഹദ്ദാജ് കിണർ. വെങ്കലയുഗത്തോളം പഴക്കം, അതായത് ഏകദേശം 2500-3000 വർഷം പഴക്കം. ബാബിലോണിയൻ ഫറോവോ കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടെന്നാണ് കരുതുന്നത്. ഈ കിണർ അറേബ്യയിലെ ഏറ്റവും വലുതാണ്. 13 മുതൽ 20 മീറ്റർ വരെ വ്യാസവും 12 മീറ്റർ ആഴവുമുള്ളത്. കരിങ്കല്ലുകൊണ്ട് പടുത്തിരിക്കുന്നു. പുരാതന കാലത്ത് 40 മരക്കപ്പികൾ അഥവാ മിഹാല വഴി ഒട്ടകങ്ങൾ ഉപയോഗിച്ച് വെള്ളം വലിച്ചെടുത്തിരുന്നു. ഒരേ സമയം 100 ഒട്ടകങ്ങൾ വരെ വലിയ ബക്കറ്റുകളിൽ വെള്ളം കോരി. നിലത്ത് വെള്ളം പതിഞ്ഞ ശേഷം ചെറിയ കനാലുകളിലൂടെ പട്ടണത്തിൻ്റെയും കൃഷിയിടങ്ങളുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുക്കിയിരുന്നു. ഇതുപോലെ അന്ന് കൃഷിയിടങ്ങളിൽ നനഞ്ഞുകിടന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് ഒരു ജൂതക്കോട്ടയായിരുന്നു തൈമ. പിന്നീട് ചില ജൂതർ ഇസ്ലാം സ്വീകരിച്ചു, മറ്റുള്ളവർ പലായനം ചെയ്തു. 7-ാം നൂറ്റാണ്ടിലോ പിന്നീടുള്ള കാലഘട്ടങ്ങളിലോ ഉണ്ടായ പ്രളയങ്ങൾ നഗരത്തെയും കിണറിനെയും മണ്ണടിഞ്ഞു മൂടി. പലരും അന്ന് മരണപ്പെട്ടു. ബാബിലോണിയൻ ജൂത കാലഘട്ടത്തിനു ശേഷം തൈമ ഉപേക്ഷിക്കപ്പെട്ടു. സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് മദീനയിലേക്കുള്ള ഇടത്താവളം മാത്രമായത് മാറി. പിന്നീട് ഷമ്മരി ഗോത്രത്തിന്റെ തലവനായ മുഹമ്മദ് ബിൻ സുലൈമാൻ ഗുനൈമാണ് കിണറിന്റെ സ്ഥാനം കണ്ടെത്തി പുനഃസ്ഥാപിച്ചത്. സൗദി രാജാവ് അബ്ദുൽ അസീസിന്റെ കാലത്ത് 1950കളിൽ ആധുനിക പമ്പുകൾ സ്ഥാപിച്ചു. കൃഷിക്ക് വെള്ളം ലഭ്യമാക്കി. ഇന്നും ഈ കിണർ വറ്റാതെ വെള്ളം നിൽക്കുന്നു. ഈന്തപ്പഴം, റോക്ക് സോൾട്ട്, ആലം എന്നിവയുടെ കൃഷി തുടരുന്നുണ്ട് ഇവിടെ.